ഹായ് ഫ്രണ്ട്സ്, വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ ഈ എക്സാമുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ നോക്കുന്ന പേപ്പർ വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റ് ആലപ്പുഴ, കോട്ടയം, തൃശ്ശൂർ, വയനാട്, കണ്ണൂർ ഈ ജില്ലകളിലേക്ക് നടന്ന എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇത് 4/11/2017 നടന്ന എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 129/2017, ആൽഫ കോഡ് എ. അടുത്ത ക്വസ്റ്റ്യൻ, സസ്യങ്ങളുടെ വളർച്ച മനസ്സിലാക്കുന്നതിനുള്ള ഉപകരണം ക്രസ്കോഗ്രാഫ് കണ്ടുപിടിച്ചതാരെ? ജെ.സി. ബോസ്. ജെ.സി. ബോസ് ആണ് സസ്യങ്ങളുടെ വളർച്ച മനസ്സിലാക്കുന്നതിനുള്ള ഉപകരണം ക്രസ്കോഗ്രാഫ് കണ്ടുപിടിച്ചത്. ക്ലാസിക്കൽ ഭാഷാ പദവി ലഭിച്ച ആദ്യ ഇന്ത്യൻ ഭാഷ തമിഴ്. തമിഴാണ് ക്ലാസിക്കൽ ഭാഷാ പദവി ലഭിച്ച ആദ്യ ഇന്ത്യൻ ഭാഷ. ബിഹു ഏത് സംസ്ഥാനത്തിലെ ഉത്സവമാണ്? ആസാം. ആസാമിലെ ഉത്സവമാണ് ബിഹു. ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജ്. സുഷമ സ്വരാജ് ആണ് ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രി. ഏകദിന ക്രിക്കറ്റിലെ ഏറ്റവും ഉയർന്ന സ്കോർ 444 റൺസ് എന്ന റെക്കോർഡ് നേടിയ രാജ്യം ഇംഗ്ലണ്ട്. ഇംഗ്ലണ്ടാണ് ഏകദിന ക്രിക്കറ്റിലെ ഏറ്റവും ഉയർന്ന സ്കോറായ 444 റൺസ് നേടിയ രാജ്യം. നിലവിൽ ഗൂഗിൾ CEO ആയ ഇന്ത്യക്കാരൻ സുന്ദർ പിച്ചൈ. സുന്ദർ പിച്ചൈയാണ് നിലവിൽ ഗൂഗിൾ CEO ആയ ഇന്ത്യക്കാരൻ. തുടർച്ചയായി 7 ഒളിമ്പിക്സ് കളിച്ച ആദ്യ ഇന്ത്യൻ ടെന്നീസ് താരം ലിയാണ്ടർ പേസ്. ലിയാണ്ടർ പേസ് ആണ് തുടർച്ചയായി 7 ഒളിമ്പിക്സ് കളിച്ച ആദ്യ ഇന്ത്യൻ ടെന്നീസ് താരം. നിലവിലെ ലോക്സഭാ പ്രതിപക്ഷ നേതാവ്. ഈ ക്വസ്റ്റ്യൻ ഒഴിവാക്കിയാണ്, കാരണം ഇപ്പോൾ നിലവിൽ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് എന്ന പോസ്റ്റ് ഒഴിഞ്ഞടക്കുകയാണ്, ആളില്ല. ഗുലാം നബി ആസാദ് രാജ്യസഭ പ്രതിപക്ഷ നേതാവാണ്. രാജ്യസഭയുടെ പ്രതിപക്ഷ നേതാവാണ് ഗുലാം നബി ആസാദ്. ലോക്സഭയുടെ പ്രതിപക്ഷ നേതാവ് ഒഴിഞ്ഞടക്കുകയാണ്. ഇന്ത്യയിൽ മത്സ്യസമ്പത്തിൽ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം ഗുജറാത്ത്. ഗുജറാത്താണ് ഇന്ത്യയിൽ മത്സ്യസമ്പത്തിൽ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം. പശ്ചിമഘട്ടത്തെക്കുറിച്ച് പഠിക്കാനായി കേന്ദ്ര സർക്കാർ നിയമിച്ച കമ്മിറ്റിയുടെ അധ്യക്ഷൻ മാധവ് ഗാഡ്ഗിൽ. മാധവ് ഗാഡ്ഗിലാണ് പശ്ചിമഘട്ടത്തെക്കുറിച്ച് പഠിക്കാനായി കേന്ദ്ര സർക്കാർ നിയമിച്ച കമ്മിറ്റിയുടെ അധ്യക്ഷൻ. ഇന്ത്യയിലൂടെ കടന്നുപോകുന്ന പ്രധാനപ്പെട്ട അക്ഷാംശ രേഖ ഉത്തരായന രേഖ. ഉത്തരായന രേഖയാണ് ഇന്ത്യയിലൂടെ കടന്നുപോകുന്ന പ്രധാനപ്പെട്ട അക്ഷാംശ രേഖ. 3 വശവും ബംഗ്ലാദേശ് എന്ന രാജ്യത്താൽ ചുറ്റപ്പെട്ട ഇന്ത്യൻ സംസ്ഥാനം ത്രിപുര. ത്രിപുരയാണ് 3 വശവും ബംഗ്ലാദേശ് എന്ന രാജ്യത്താൽ ചുറ്റപ്പെട്ട ഇന്ത്യൻ സംസ്ഥാനം. ഇന്ത്യയുടെ ധാതു നിക്ഷേപ കലവറ എന്നറിയപ്പെടുന്ന പ്രദേശം ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി. ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയാണ് ഇന്ത്യയുടെ ധാതു നിക്ഷേപ കലവറ എന്നറിയപ്പെടുന്ന പ്രദേശം. ഇന്ത്യൻ നഗരമായ ഭിലായ് ഏത് വ്യവസായത്തിന്റെ കേന്ദ്രമാണ്? ഇരുമ്പുരുക്ക്. ഇന്ത്യൻ നഗരമായ ഭിലായ് ഇരുമ്പുരുക്ക് വ്യവസായത്തിന്റെ കേന്ദ്രമാണ്. ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ രൂപം കൊണ്ട ആദ്യ സംസ്ഥാനം ആന്ധ്ര. ആന്ധ്രയാണ് ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ രൂപം കൊണ്ട ആദ്യത്തെ സംസ്ഥാനം. താർ മരുഭൂമിയിലൂടെ ഒഴുകുന്ന നദി ലൂണി. ലൂണിയാണ് താർ മരുഭൂമിയിലൂടെ ഒഴുകുന്ന നദി. കേരളത്തിലെ ഏറ്റവും വലിയ ധനികൻ M.A. യൂസഫലി. ലുലു ഗ്രൂപ്പ് ഓഫ് ഇന്റർനാഷണലിന്റെ ഉടമയായ M.A. യൂസഫലിയാണ് കേരളത്തിലെ ഏറ്റവും വലിയ ധനികൻ. കൈഗ ആണവോർജ നിലയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം കർണാടകം. കർണാടകയാണ് കൈഗ ആണവോർജ നിലയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. 2011 സെൻസസ് പ്രകാരം ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ള സംസ്ഥാനം ബീഹാർ.
ബീഹാറാണ് 2011 സെൻസസ് പ്രകാരം ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ള സംസ്ഥാനം. ഇന്ത്യയിലെ സജീവമായ അഗ്നിപർവ്വതം ബാരൻദ്വീപ്. ബാരൻദ്വീപാണ് ഇന്ത്യയിലെ സജീവമായ അഗ്നിപർവ്വതം. ഇന്ത്യയിൽ നിന്നും അവസാനമായി പുറത്തുപോയ യൂറോപ്യൻ ശക്തി പോർച്ചുഗീസുകാർ. പോർച്ചുഗീസുകാരാണ് ഇന്ത്യയിൽ നിന്നും അവസാനമായി പുറത്തുപോയ യൂറോപ്യൻ ശക്തി. ഇന്ത്യയിൽ മിസൈലുകൾ, ടാങ്കുകൾ, അന്തർവാഹിനികൾ എന്നിവ വികസിപ്പിക്കുന്ന ഗവേഷണ സ്ഥാപനം DRDO, ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ അഥവാ DRDO ആണ് ഇന്ത്യയിൽ മിസൈലുകൾ, ടാങ്കുകൾ, അന്തർവാഹിനികൾ എന്നിവ വികസിപ്പിക്കുന്ന ഗവേഷണ സ്ഥാപനം. ദേശീയ കായിക ദിനമായി ആചരിക്കുന്ന ഓഗസ്റ്റ് 29 ആരുടെ ജന്മദിനമാണ്? ധ്യാൻചന്ദ്. ദേശീയ കായിക ദിനമായി ആചരിക്കുന്ന ഓഗസ്റ്റ് 29 ധ്യാൻചന്ദിൻ്റെ ജന്മദിനമാണ്. ഇന്ത്യയിലെ ആദ്യ വിദേശ ബാങ്ക് ചാർട്ടേഡ് ബാങ്ക്. ചാർട്ടേഡ് ബാങ്കാണ് ഇന്ത്യയിലെ ആദ്യത്തെ വിദേശ ബാങ്ക്. ദേശീയ ചിഹ്നത്തിൽ സത്യമേവ ജയതേ എന്ന വാക്യം രേഖപ്പെടുത്തിയിട്ടുള്ള ലിപി ഏത്? ദേവനാഗരി ലിപി. ദേവനാഗരി ലിപിയിലാണ് ദേശീയ ചിഹ്നത്തിൽ സത്യമേവ ജയതേ എന്ന വാക്യം രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കപ്പെടുന്നത് ഇന്ത്യയുടെ ക്ലാസ് മുറികളിലാണ്. ഇതാരുടെ വാക്കുകളാണ്? DS കോത്താരി. DS കോത്താരിയുടെ വാക്കുകളാണ് ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കുന്നത് ഇന്ത്യയുടെ ക്ലാസ് മുറികളിലാണ്. ഇത് 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത ഇന്ത്യക്കാരൻ BR അംബേദ്കർ. BR അംബേദ്കറാണ് 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത ഇന്ത്യക്കാരൻ. ഗദ്ദർ എന്ന പഞ്ചാബി വാക്കിൻ്റെ അർത്ഥം? വിപ്ലവം. വിപ്ലവം എന്നാണ് ഗദ്ദർ എന്ന പഞ്ചാബി വാക്കിൻ്റെ അർത്ഥം. 1905 ബംഗാൾ വിഭജനം റദ്ദാക്കിയ വൈസ്രോയി ആരായിരുന്നു? ഹാർഡിംഗ് പ്രഭു. ഹാർഡിംഗ് പ്രഭു ആയിരുന്നു 1905 ബംഗാൾ വിഭജനം റദ്ദാക്കിയ വൈസ്രോയി. ഭൂദാന പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ്? ആചാര്യ വിനോബ ഭാവെ. ആചാര്യ വിനോബ ഭാവെയാണ് ഭൂദാന പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ്. ഇന്ത്യൻ ഭരണഘടന പൗരന്മാർക്ക് ഉറപ്പ് നൽകുന്ന മൗലിക അവകാശങ്ങളുടെ എണ്ണം? 6. ഇന്ത്യൻ ഭരണഘടന പൗരന്മാർക്ക് ഉറപ്പ് നൽകുന്ന മൗലിക അവകാശങ്ങൾ 6 എണ്ണമാണ്. ദേശീയഗാനം ആലപിക്കാൻ എടുക്കുന്ന സമയം? 52 സെക്കൻഡ്. 52 സെക്കൻഡാണ് ദേശീയഗാനം ആലപിക്കാൻ എടുക്കാൻ വേണ്ട സമയം. ഇന്ത്യയിൽ നിലവിലുള്ള ഔദ്യോഗിക ഭാഷകളുടെ എണ്ണം? 22. ഇന്ത്യയിൽ നിലവിൽ 22 ഔദ്യോഗിക ഭാഷകളുണ്ട്. തർക്കരഹിത ഇന്ത്യൻ ഭൂപ്രദേശത്തെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി? കാഞ്ചൻജംഗ. കാഞ്ചൻജംഗയാണ് തർക്കരഹിത ഇന്ത്യൻ ഭൂപ്രദേശത്തെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി. വനവിസ്തൃതി ഏറ്റവും കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനം? മധ്യപ്രദേശ്. മധ്യപ്രദേശാണ് വനവിസ്തൃതി ഏറ്റവും കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനം. സ്വാമി വിവേകാനന്ദൻ്റെ യഥാർത്ഥ നാമം? നരേന്ദ്രനാഥ് ദത്ത. നരേന്ദ്രനാഥ് ദത്ത എന്നാണ് സ്വാമി വിവേകാനന്ദൻ്റെ യഥാർത്ഥ നാമം. പഞ്ചായത്തി രാജിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത്? ബൽവന്ത് മേത്ത. ബൽവന്ത് മേത്തയാണ് പഞ്ചായത്തി രാജിൻ്റെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഓരോ സർക്കാർ ഓഫീസും നൽകുന്ന സേവനങ്ങൾ എത്ര കാലപരിധിക്കുള്ളിൽ നൽകണമെന്ന് അനുശാസിക്കുന്ന നിയമം? സേവനാവകാശ നിയമം. സേവനാവകാശ നിയമമാണ് ഓരോ സർക്കാർ ഓഫീസും നൽകുന്ന സേവനങ്ങൾ എത്ര കാലപരിധിക്കുള്ളിൽ നൽകണമെന്ന് അനുശാസിക്കുന്ന നിയമം. കുംഭമേള എത്ര വർഷത്തിലൊരിക്കലാണ് നടക്കുന്നത്?
12 വർഷം. 12 വർഷം കൂടുമ്പോഴാണ് കുംഭമേള നടക്കുന്നത്. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ ആരായിരുന്നു? ഫസൽ അലി. ഫസൽ അലിയായിരുന്നു സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ. കേരളത്തിൽ ഒരു വൃക്ഷത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന വന്യജീവി സംരക്ഷണ കേന്ദ്രം? ശെന്തുരുണി. ശെന്തുരുണിയാണ് കേരളത്തിൽ ഒരു വൃക്ഷത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന വന്യജീവി സംരക്ഷണ കേന്ദ്രം. നാളികേര വികസന ബോർഡിന്റെ ആസ്ഥാനം? കൊച്ചി. കൊച്ചിയാണ് നാളികേര വികസന ബോർഡിന്റെ ആസ്ഥാനം. മാരകമായ അസുഖങ്ങൾ മൂലം ദുരിതമനുഭവിക്കുന്ന 18 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ ചികിത്സാ പദ്ധതി? താലോലം. താലോലമാണ് മാരകമായ അസുഖങ്ങൾ മൂലം ദുരിതമനുഭവിക്കുന്ന 18 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ ചികിത്സാ പദ്ധതി. വിദ്യാധിരാജൻ എന്നറിയപ്പെടുന്ന നവോത്ഥാന ചിന്തകൻ? ചട്ടമ്പി സ്വാമികൾ. ചട്ടമ്പി സ്വാമികളാണ് വിദ്യാധിരാജൻ എന്നറിയപ്പെടുന്ന നവോത്ഥാന ചിന്തകൻ. തിരുവിതാംകൂറിൽ അടിമക്കച്ചവടം അവസാനിപ്പിച്ച ഭരണാധികാരി? റാണി ഗൗരി ലക്ഷ്മിബായി. റാണി ഗൗരി ലക്ഷ്മിബായിയാണ് തിരുവിതാംകൂറിൽ അടിമക്കച്ചവടം അവസാനിപ്പിച്ച ഭരണാധികാരി. കേരളത്തിൽ ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ നടന്ന ആദ്യത്തെ സംഘടിത പ്രക്ഷോഭം ഏത്? ആറ്റിങ്ങൽ കലാപം. ആറ്റിങ്ങൽ കലാപമാണ് കേരളത്തിൽ ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ നടന്ന ആദ്യത്തെ സംഘടിത പ്രക്ഷോഭം. പ്രാചീന കാലത്ത് ചൂർണി എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന നദി? പെരിയാർ. പെരിയാറാണ് പ്രാചീന കാലത്ത് ചൂർണി എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന നദി. കേരള പാണിനി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന എഴുത്തുകാരൻ? AR രാജരാജവർമ്മ. AR രാജരാജവർമ്മയാണ് കേരള പാണിനി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന എഴുത്തുകാരൻ. ഇന്ത്യൻ രൂപയുടെ ചിഹ്നം തയ്യാറാക്കിയ വ്യക്തി? D. ഉദയകുമാർ. D. ഉദയകുമാറാണ് ഇന്ത്യൻ രൂപയുടെ ചിഹ്നം തയ്യാറാക്കിയ വ്യക്തി. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷരതാ ജില്ല? എറണാകുളം. എറണാകുളമാണ് ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷരതാ ജില്ല. ഓക്കെ ഫ്രണ്ട്സ്, ഇത്രയുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൻ്റെ ബാക്കി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ നോക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്. Subscribe for more videos. To get instant notification for new videos, click on the bell icon.